MVD ഓഫീസിൽ പോയി ഭ്രാന്ത് പിടിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. യെസ്, വെൽക്കം ടു ഡേ 19 ഓഫ് ബിൽഡ് എ ഡ്രീം ഹൗസ് ഇൻ 730 ഡേയ്സ്. രാവിലെ തന്നെ നമ്മുടെ ഓർഡേഴ്സ് എല്ലാം പാക്ക് ചെയ്തു. അതോടൊപ്പം പാസീവ് ഇൻകമായ ഫ്ലിപ്കാർട്ട്, ആമസോണിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിന്റെ കോഴ്സ് തയ്യാറാക്കുന്ന വർക്കിനും കുറച്ച് സമയം ചെലവഴിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടി യൂസ്ഡ് കാറും കാർ ആക്സസറി സ്ഥാപനവും റെഡിയാക്കുന്നതിന് വേണ്ടി അതിന്റെ അന്വേഷണങ്ങൾക്കായി പഞ്ചായത്തിലും മോട്ടോർ വെഹിക്കിൾ ഓഫീസിലും ഒക്കെ പോയി. പഞ്ചായത്തിൽ നിന്നൊക്കെ നല്ല പ്രതികരണമാണ് ലഭിച്ചതെങ്കിലും MVDയിൽ നിന്ന് അത്ര നല്ല പ്രതികരണം ലഭിച്ചില്ല. സത്യം പറഞ്ഞാൽ എന്റെ മനസ്സ് മടുപ്പിക്കുന്ന തരത്തിലാണ് MVD ഓഫീസിൽ നിന്നും ഉണ്ടായ പ്രതികരണം. ആ പേപ്പർ കൊണ്ടുവരണം, ഈ പേപ്പർ കൊണ്ടുവരണം, ഇത്ര വീതിയുള്ള സ്ഥലമായിരിക്കണം, MVDയുടെ ലൈസൻസിന് 25,000 രൂപയാൻ തുടങ്ങി 100,000 നിയമങ്ങളാണ് പറയുന്നത്. അതാണെങ്കിൽ നേരെ ചൊവ്വേ പറയാൻ പോലും അവർ കൂട്ടാക്കുന്നില്ല. എല്ലാ നിയമങ്ങളും ചേർന്നിട്ടുള്ള ഒരു ഓർഡറോ പേപ്പറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്തെടുക്കാൻ പറഞ്ഞ് മടക്കി അയച്ചു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ആകപ്പാടെ ഭ്രാന്ത് പിടിച്ചു. പുറമേ നോക്കുമ്പോൾ കുറച്ച് വണ്ടികൾ കൊണ്ടിട്ട് സെയിൽ നടത്തുന്നതാണ് യൂസ്ഡ് കാർ സ്ഥാപനങ്ങൾ. എന്നാൽ അതിന്റെ പേപ്പർ വർക്കുകൾക്കും നിയമങ്ങൾക്കും 100 കൂട്ടം നൂലാമാലകൾ ഉണ്ടെന്ന് ഈ ഫീൽഡിൽ ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഒരു ദിവസം മുഴുവൻ MVDയിലും പഞ്ചായത്തിലും ഒക്കെയായി പോയി. എന്നിട്ട് കൃത്യമായി കാര്യങ്ങൾ അറിയാനും സാധിച്ചില്ല. എന്തായാലും നാളെയും ഇതിനുവേണ്ടി ഇറങ്ങേണ്ടി വരും. കഴിഞ്ഞ വീഡിയോയിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ഒരാളിനെ വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ചിലരൊക്കെ അതിന് തയ്യാറായി നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്തായാലും ഒരാളിനെ കൂടെ നിർത്തണം. ബാക്കി നാളെ.